50 GK ക്വസ്റ്റ്യൻസ് അടങ്ങിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയി ലോർഡ് കാനിങ് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. താജ്മഹൽ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? യമുന. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 22. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഹാൻസൻസ് എന്നറിയപ്പെടുന്ന രോഗമാണ് കുഷ്ഠം. അന്തരീക്ഷത്തിൽ എത്ര ശതമാനം കാർബൺ ഡൈ ഓക്സൈഡാണ് ഉള്ളത്? 0.03%. അമേരിക്കയുടെ ദേശീയ വിനോദമാണ് ബേസ്ബോൾ. കാൾ മാർക്സ് ഏതു രാജ്യക്കാരനാണ്? ജർമ്മനി. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ്? സബർമതി നദിയുടെ. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. മഹാഭാരതത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 1,00,000. ഏറ്റവും വേഗത കൂടിയ പക്ഷിയാണ് ഫാൽക്കൺ. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യമാണ് മുള. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ഭാസ്കര. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയമാണ് 28 ദിവസത്തിൽ അല്പം കുറവ്. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത കലാകാരനാണ് റംബ്രാൻഡ്. വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഗവർണറാണ് ബി രാമകൃഷ്ണ റാവു. കേരളത്തിൽ എവിടെയാണ് കന്നുകാലി വികസനത്തിനുള്ള സ്വിസ് പദ്ധതി പ്രവർത്തിക്കുന്നത്? മാട്ടുപ്പെട്ടി. വിവരങ്ങൾ സ്വീകരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് ഇൻപുട്ട് യൂണിറ്റ്. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോഴാണ്. 11 വർഷത്തിലൊരിക്കൽ പ്രസവിക്കുന്ന മൃഗമാണ് ആന. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. മദർ തെരേസയുടെ ആദ്യത്തെ പേരാണ് ആഗ്നസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് കൊറ്റോപാക്സി. പരിണാമ സിദ്ധാന്തം ആരുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് ഡാർവിൻ. ഗാന്ധിജി കേരളത്തിൽ വന്നത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? വൈക്കം സത്യാഗ്രഹം. ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. 2 തവണ ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം നൽകുന്ന ഭക്ഷ്യമാണ് കാർബോഹൈഡ്രേറ്റ്. ജന്തുക്കളിലെ പാരമ്പര്യ സ്വഭാവത്തിന്റെ ഭൗതിക അടിസ്ഥാനം ഏതാണ്? ജീനുകൾ. കിഡ്നി ഏതുതരം അവയവമാണ്? ഒരു വിസർജനാവയവമാണ്. കൃത്രിമ സസ്യപ്രജനന രീതിയെ എന്ത് വിളിക്കും? ഗ്രാഫ്റ്റിംഗ്. ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ ജാതി സസ്യമാണ് ഈസ്റ്റ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ജീവികളുടെ ശരീരഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫിസിയോളജി. ആസ് യു ലൈക്ക് ഇറ്റ് രചിച്ചത് ഷേക്സ്പിയർ. ഓ ഹെൻറി എന്നത് ആരുടെ തൂലികാനാമമാണ്? വില്യം സിഡ്നി പോട്ടർ. കേരളത്തിന്റെ പത്തായം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. ചോരയും ഇരുമ്പും എന്ന നയം ആരുടേതായിരുന്നു? ബിസ്മാർക്ക്. റൊഡേഷ്യ എന്നത് ഏതു രാജ്യത്തിന്റെ പഴയ പേരാണ്? സിംബാബ്വെ. ക്രിക്കറ്റ് ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമാണ്? ഇംഗ്ലണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരനാണ് കപിൽ ദേവ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹമാണ് ഇന്തോനേഷ്യ. അന്തരീക്ഷ പാളികളിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപീകരിച്ച ജില്ലയാണ് കാസർഗോഡ്. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ തടാകമാണ് അല്ലെങ്കിൽ ശുദ്ധജല തടാകമാണ് ചൈനയിലെ തിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന മാനസ സരോവരം. ഇതോടെ 50 ക്വസ്റ്റ്യൻസും തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.